ശ്രീരാമ ജന്മഭൂമിയുടെ ഉദ്ഘാടനത്തിനൊരുങ്ങുകയാണ് രാജ്യം. 2024 ജനുവരി 22 അയോധ്യ രാമക്ഷേത്രം ഭക്തർക്കായി തുറന്നുകൊടുക്കും. ജനുവരി 22 ഉച്ചയ്ക്ക് 12:30 അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ രാംലല്ലയുടെ സമർപ്പണം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ രാജ്യത്തിനകത്തും പുറത്തുനിന്നുമുള്ള നിരവധി വിശിഷ്ടാതിഥികൾ ഉദ്ഘാടനത്തിന് ഇവിടെ എത്തിച്ചേരും. ജനുവരി 22 ഉദ്ഘാടനം കഴിഞ്ഞ് ക്ഷേത്രം ഭക്തർക്കായി തുറന്നുകൊടുക്കും. ഈ അവസരത്തിൽ എല്ലാവരുടെയും കണ്ണുകൾ ഇപ്പോൾ അയോധ്യയിലേക്കായിരിക്കും. അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനം സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അയോധ്യ രാമക്ഷേത്രം ദർശനവും ആരതി സമയവും. ദർശന സമയം രാവിലെ 7 മുതൽ 11:30 വരെ, 2 മുതൽ 7 വരെ ആരംഭിക്കും. രാവിലെ 6:30 മുതൽ ശൃംഗാർ ആരതി ആരംഭിക്കുന്നു. വൈകുന്നേരം 7:30 മുതൽ സന്ധ്യാ ആരതി ആരംഭിക്കുന്നു. ആരതി പാസുകൾക്കായി ഭക്തർ സാധുവായ സർക്കാർ ID പ്രൂഫുമായി ആരതി സമയത്തിന് 30 മിനിറ്റ് മുൻപ് ശ്രീരാമ ജന്മഭൂമിയിലെ ക്യാമ്പ് ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ്. ആരതി പാസുകൾക്കായി എങ്ങനെ ബുക്ക് ചെയ്യാം? ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്രയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലേക്ക് പോവുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകി അയച്ച OTP ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ഹോം പേജിലെ ആരതി വിഭാഗത്തിലേക്ക് നാവിഗേറ്റ് ചെയ്യുക. നിങ്ങൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആരതിയുടെ തീയതിയും തരവും തിരഞ്ഞെടുക്കുക. ഭക്തരുടെ പേര്, വിലാസം, ഫോട്ടോ, മൊബൈൽ നമ്പർ തുടങ്ങിയ ആവശ്യമായ വിശദാംശങ്ങൾ പൂരിപ്പിക്കുക. ക്ഷേത്ര ദർശന വേളയിൽ ആരതി ചടങ്ങിലേക്ക് പോകുന്നതിനു മുമ്പ് കൗണ്ടറിൽ നിന്ന് നിങ്ങളുടെ പാസുകൾ എടുക്കുക. ഓർക്കുക, പാസുള്ളവർക്ക് മാത്രമേ രാം മന്ദിറിൽ ആരതിയിൽ പങ്കെടുക്കാൻ കഴിയൂ. ജനുവരി 19 രാമക്ഷേത്രത്തിൽ ഒരു യാഗ അഗ്നികുണ്ഡം തയ്യാറാക്കി പൂജാരിമാർ വേദമന്ത്രങ്ങളാലും പ്രത്യേക രീതികളാലും പവിത്രമായ അഗ്നി ജ്വലിപ്പിക്കുന്നു. ജനുവരി 20 വിവിധ നദികളിൽ നിന്നുള്ള വെള്ളം നിറച്ച 81 കലശം സ്ഥാപിച്ച് രാമമന്ദിറിന്റെ സങ്കേതം ശുദ്ധീകരിക്കുന്നു. കൂടാതെ ക്ഷേത്രത്തിന്റെ പവിത്രതയ്ക്ക് വാസ്തു ശാന്തി ചടങ്ങുകൾ നടത്തപ്പെടുന്നു. ജനുവരി 21 ആത്മീയ അന്തരീക്ഷം വർദ്ധിപ്പിക്കുന്ന യാഗചടങ്ങുകൾ രാംലല്ലയിൽ നടത്തുന്നു. ജനുവരി 22 ശുഭകരമായ മകേര്യം നക്ഷത്രമുള്ള ഈ പുണ്യദിനത്തിൽ രാംലല്ലയുടെ സമർപ്പണം നടക്കുന്നു. എന്താണ് പ്രാണപ്രതിഷ്ഠ? ജൈനമതത്തിലും ഹിന്ദുമതത്തിലും വ്യാപകമായി ആചരിക്കുന്ന ഒരു ആചാരമാണ് പ്രാണപ്രതിഷ്ഠ. ക്ഷേത്രം പോലുള്ള ഒരു പുണ്യസ്ഥലത്ത് ദേവന്റെ വിഗ്രഹം സ്ഥാപിക്കുന്ന ചടങ്ങാണിത്. ഈ സമയത്ത് പൂജാരിമാർ ശ്ലോകങ്ങളും മന്ത്രോച്ചാരണങ്ങളും നടത്തുന്നു. പ്രാൺ എന്ന പദം ജീവശക്തിയെ സൂചിപ്പിക്കുന്നു. പ്രതിഷ്ഠ എന്നത് ആരാധനാലയത്തെ സൂചിപ്പിക്കുന്നു. പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ജീവശക്തിയെ വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച് ആരാധനാമൂർത്തിയും ക്ഷേത്രവും തമ്മിൽ അഗാധമായ ബന്ധം സൃഷ്ടിക്കുന്ന ചടങ്ങിനെ സൂചിപ്പിക്കുന്നു. രാമക്ഷേത്രത്തില് അനുവദനീയമല്ലാത്ത വസ്തുക്കൾ. രാംലല്ലയുടെ പ്രതിഷ്ഠാ ദിനത്തിൽ പരിപാടിക്കായി രാമക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നവർ മൊബൈൽ ഫോണുകൾ, വാലറ്റുകൾ, ഏതെങ്കിലും ഗാഡ്ജറ്റുകൾ, ഇയർഫോണുകൾ, റിമോട്ടുകളുള്ള താക്കോൽ തുടങ്ങിയ സാധനങ്ങൾ കൊണ്ടുപോകാൻ അനുവദിക്കില്ല. വലിയ കുടകൾ, പുതപ്പുകൾ, ബാഗുകൾ, ആരാധനയ്ക്കുള്ള വ്യക്തിഗത വിഗ്രഹങ്ങൾ, സിംഹാസനങ്ങൾ, ഗുരുപാദുകങ്ങൾ എന്നിവയും പരിപാടി നടക്കുന്ന വേദിയിലേക്ക് കൊണ്ടുവരുന്നത് നിരോധിച്ചിരിക്കുന്നു. പ്രതിഷ്ഠാ ചടങ്ങുകളുടെ നിയമങ്ങൾ. രാംലല്ല പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്ന അതിഥികൾ ജനുവരി 22 രാവിലെ 11 മുമ്പ് പ്രോഗ്രാം വേദിയിൽ പ്രവേശിക്കണം. ഏതെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ, സന്യാസിമാർ, ആത്മീയ നേതാക്കൾ എന്നിവർക്കൊപ്പം പോയാൽ അവർ പരിപാടി നടക്കുന്ന സ്ഥലത്തിന് പുറത്ത് തങ്ങേണ്ടി വരും. ക്ഷണക്കത്തിൽ പേരുള്ള ആളുകൾക്ക് മാത്രമേ ക്ഷേത്രത്തിനകത്ത് പ്രവേശനം അനുവദിക്കൂ. അവരെ അനുഗമിക്കുന്ന സേവകരെയോ ശിഷ്യന്മാരെയോ പരിപാടി നടക്കുന്ന വേദിയിൽ കടക്കാൻ അനുവദിക്കില്ല. രാമക്ഷേത്രത്തിന്റെ പ്രധാന ആതിഥേയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്ര പരിസരത്ത് നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം മാത്രമേ സന്യാസിമാർക്ക് രാംലല്ലയുടെ ദർശനത്തിന് അനുമതി നൽകൂ.
രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന വേളയിൽ പരമ്പരാഗത ഇന്ത്യൻ വസ്ത്രം ധരിക്കാം. പുരുഷന്മാർക്ക് ധോത്തി, കുർത്ത, പൈജാമ എന്നിവയും സ്ത്രീകൾക്ക് സൽവാർ, സ്യൂട്ടുകളും സാരിയും ധരിക്കാം. എന്നാൽ രാമക്ഷേത്ര ട്രസ്റ്റ് ഇത് സംബന്ധിച്ച് ഡ്രസ് കോഡ് ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.